ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെറൈറ്റി റെസിപ്പിയാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്. അരിയും ശർക്കരയും കടലയും വെച്ച് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് 1/4 കപ്പ് കടലയും 1/2 കപ്പ് റേഷനരി എടുത്തിട്ടുണ്ട്. റേഷനരി പുഴുക്കലരിയാണ്, പച്ചരി അല്ല കേട്ടോ. ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാനിൽ വെച്ച് നന്നായിട്ട് വറുത്തെടുക്കണം. നമ്മൾ വറുത്തെടുക്കണ സമയത്ത് ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. കൈ എടുക്കാതെ വേണം നമ്മളിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. തീ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞും പോകും. അതിൻ്റെ കളറൊക്കെ പെട്ടെന്ന് മാറും. കറക്റ്റ് വേവ് നമുക്ക് കിട്ടാതെ പോവും. അപ്പോൾ നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിനു വേണ്ടി എടുത്തേക്കുന്നത് റേഷനരിയാണ്. റേഷനരി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിതിന് ഏത് ടൈപ്പ് അരി വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ശർക്കരയാണ്. ശർക്കരയാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുക, വളരെ ഹെൽത്തിയാണ്. ഇപ്പോൾ ശർക്കര ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരം നമുക്ക് പഞ്ചസാര എടുത്താലും മതിയാവും. ഇപ്പോൾ നമ്മുടെ കടലയും അരിയും കൂടെ നന്നായിട്ട് റെഡിയായി വരുന്നുണ്ട്. ഇത് നന്നായി വറുത്തെടുക്കണ സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് വരും. പിന്നെ കടല അതിൻ്റെ റോസ് കളറെല്ലാം മാറി വറുത്ത കടലയുടെ ഒരു ടേസ്റ്റും ആ സമയത്ത് നമുക്ക് കിട്ടും. വറുത്ത കടലയുടെ നല്ലൊരു സ്മെല്ലൊക്കെ ആയിരിക്കും. ഇപ്പോൾ കടലയുടെ കളറെല്ലാം മാറി വരുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ കടല നന്നായിട്ട് വറുത്തെടുക്കാനായിട്ട്. അപ്പോഴാണ് നമുക്കിതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അരിയും കടലയും കൂടെ വറുത്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിനി ചൂടാറാനായിട്ട് വെക്കുക. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത കടല അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് ചൂടാറിയ ശേഷം എടുക്കുക. ഇനി നമുക്ക് ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ശർക്കര ഇട്ട് ശർക്കര പാനി തയ്യാറാക്കാം. 3 ക്യൂബ് ശർക്കര പൊടിച്ചതാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കടലയുടെയും അരിയുടെയൊക്കെ ചൂട് നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് തരിയൊക്കെ ആയിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും കുറച്ച് തരിയായിട്ടാണ് ഞാനിത് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് ഒരു പ്രാവശ്യം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് തേങ്ങയും അരിയും കടലയും കൂടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത മിക്സ് ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തപ്പോൾ നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു അരിപ്പയിൽ ശർക്കരപ്പാനി നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കരപ്പാനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം മിക്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം തന്നെ നമ്മൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അളവിന് കിട്ടില്ല. അതുകൊണ്ടിട്ടാണ് നമ്മൾ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കൊരു കറക്റ്റ് അളവിന് കിട്ടും. ഇനി നമുക്ക് കുറച്ച് ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശർക്കരപ്പാനിക്ക് കുറച്ച് ചൂടുണ്ട്. ചൂടാറുന്നതിന് മുൻപ് തന്നെ ചെറിയ ചൂടോട് കൂടിയിട്ട് ഇത് നമ്മൾ കുഴച്ചെടുക്കണം. അതിനുശേഷം ഇത് നമ്മൾ കുറച്ചെടുത്തിട്ട് ഒന്ന് പിടിച്ച് നോക്കുക. അപ്പോൾ ഇതുപോലെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്കിത് ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുക.
അങ്ങനെ ഞാനിത് നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൽ തേങ്ങയും ശർക്കരയും എല്ലാം കറക്റ്റ് അളവിൽ ചേർത്ത് കൊടുത്തത് കൊണ്ടിട്ട് കറക്റ്റ് അളവിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ ബോൾസും ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ കാഷ്യൂ നട്ട്സ് വെച്ച് ഉണ്ടാക്കുന്നത് പോലെയാണ്. ഇതിൻ്റെ ടേസ്റ്റ് കിഡിലൻ ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണ് ഇതിൻ്റെ സൂപ്പർ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. കടല വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് എപ്പോഴും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്കും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാവുന്ന നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം വെറൈറ്റി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.